മിക്ക എ സിയും കുറച്ചാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പെർഫോമൻസ് കുറയും. അതിന്റെ കാരണം ഔട്ട്ഡോർ യൂണിറ്റിൽ ഡസ്റ്റ് ബിൽഡപ്പ് ആവുന്നതാണ്. ഇതിലൂടെ കൂളിംഗ് ഡ്രോപ്പ് ആവും, എഫിഷ്യൻസി ഡ്രോപ്പ് ആവും. പലപ്പോഴും നമുക്ക് ഇത് മനസ്സിലാക്കാനും സാധിക്കത്തില്ല. പക്ഷേ നമ്മുടെ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് സ്വന്തമായിട്ട് ഇത് ക്ലീൻ ചെയ്താലോ? ഇവിടെയാണ് പാനാസോണിക്കിന്റെ ഡസ്റ്റ് ബസ്റ്റർ ടെക്നോളജി പ്രയോജനപ്പെടുന്നത്. ഇതാണ് പാനാസോണിക്കിന്റെ NU സീരീസ് അല്ലെങ്കിൽ ഇന്ത്യക്ക ക്യാപ്റ്റൻ കൂൾ. ഞാൻ പല എയർ കണ്ടീഷണറുകൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ എ സിയും റൂം കൂൾ ആക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഈ എ സിക്ക് തിങ്ക് ചെയ്യാനും, ക്ലീൻ ചെയ്യാനും, അഡാപ്റ്റ് ചെയ്യാനും, പ്രൊട്ടക്ട് ചെയ്യാനും, കണക്ട് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു എ സിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ഇതിന്റെ ഇന്റലിജൻസ്, ഡ്യൂറബിലിറ്റി, സ്മാർട്ട് ഹോം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഈ എ സിയുടെ പ്രീമിയം വൈറ്റ് ലുക്ക് നമ്മുടെ ഹോം ഇന്റീരിയറുമായിട്ട് ശരിക്കും ബ്ലെൻഡ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ജാപ്പനീസ് ക്രാഫ്റ്റ്മാൻഷിപ്പ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. എഡ്ജസ് ഒന്നും ഒരുപാട് ഷാർപ്പായിട്ടല്ല വന്നിരിക്കുന്നത്. നല്ല പ്രീമിയം ഒരു ഡിസൈൻ ഇതിന് വന്നിട്ടുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയും ബ്രാൻഡ് ഈ ഒരു എ സിക്ക് നൽകിയിട്ടുണ്ട്. സോളിഡ് ആണ്, ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ മോഡേൺ ഇന്റീരിയറിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഈ ഒരു എ സി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ഇതിന്റെ AI ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ എ സിയിൽ ടെമ്പറേച്ചർ നോക്കിയായിരിക്കും കൂളിംഗ് സെറ്റ് ചെയ്യുക. പക്ഷേ ഇതിന്റെ അൽഗോരിതം കുറച്ച് ഡിഫറെന്റ് ആണ്. ഇന്റേണൽ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നതിനോടൊപ്പം എക്സ്റ്റേണൽ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും നോക്കി ഫാൻ സ്പീഡും കൂളിംഗ് ഇന്റൻസിറ്റിയും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ബാലൻസ് ചെയ്യും. ഇതിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും റിമോട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ കംഫർട്ട് മനസ്സിലാക്കി എ സി ബാക്ക്ഗ്രൗണ്ടിൽ ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യും. വീടിനുള്ളിൽ നമുക്ക് AI സ്മാർട്ട് ടെക്നോളജി ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വീടിന് വെളിയിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഡസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഡസ്റ്റ് ആണ് എ സി എഫിഷ്യൻസിയിലെ സൈലന്റ് കില്ലർ. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് പാനാസോണിക് ഡസ്റ്റ് ബസ്റ്റർ ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഓരോ 8 മണിക്കൂറിലും ഔട്ട്ഡോർ യൂണിറ്റിന്റെ ഫാൻ റിവേഴ്സിൽ കറങ്ങും. ഒരു 3 മിനിറ്റ്സിലേക്ക് റിവേഴ്സിൽ കറങ്ങിയിട്ട് കണ്ടൻസർ കോയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഡസ്റ്റ് ബ്ലോ ചെയ്ത് വെളിയിലേക്ക് കളയും. ഇതിന്റെ പ്രയോജനം എ സിയുടെ കൂളിംഗ് പവർ മെയിൻറ്റെയിൻ ആകും എന്നുള്ള കാര്യം മാത്രമല്ല, കറണ്ട് ബില്ല് കൂടാതെയും ഇത് സഹായിക്കും. ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ചൂട് കൂടി വരികയാണ്. 55 ഡിഗ്രി വരെ ചൂട് വന്നാലും ഈ എ സി നമുക്ക് കൂളിംഗ് തരും. ഇതിൽ കൺവെർട്ടി 8 ടെക്നോളജിയാണ് വരുന്നത്. 8 ഡിഫറെന്റ് കൂളിംഗ് പെർഫോമൻസ് ലെവൽ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. റൂമിൽ ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂളിംഗ് പെർഫോമൻസ് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ റൂമിൽ ഒരാളെ ഉള്ളെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂളിംഗ് പെർഫോമൻസ് ഇതിൽ സ്കെയിൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല ഇതിലെ ഹൈ എയർ ഫ്ലോയും ഫോർവേസിംഗും റൂമിന്റെ എല്ലാ കോർണറിലും എത്തും. അതായത് യൂണിറ്റിന്റെ ഫ്രണ്ടിൽ മാത്രമായിരിക്കില്ല കൂളിംഗ് ലഭിക്കുക, എൻ്റെ റൂമിൽ നമുക്ക് കോൾഡ് എയർ ലഭിക്കും. ഇത് ഇന്ത്യസ് ഫസ്റ്റ് മാറ്റർ എനേബിൾഡ് എ സി ആണ്. ഈ മിറായ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും ഈ എ സി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. കസ്റ്റം സ്ലീപ്പ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, പ്രോക്സിമിറ്റി കൺട്രോൾ വരുന്നുണ്ട്. പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ റൂമൊക്കെ നല്ല കൂളായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു റേഡിയസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 100 മീറ്റർ ടു 35 കിലോമീറ്ററിനുള്ളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റേഡിയസ് സെറ്റ് ചെയ്യാം. ആ റേഡിയസിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ എ സി ഓൺ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ മിറായ് ആപ്പിൽ കിട്ടും. ഇതേപോലെ തന്നെ നമ്മൾ ആ സെറ്റ് ചെയ്ത റേഞ്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് എ സി ഓഫ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനും മിറായ് ആപ്പിൽ ലഭിക്കുന്നതാണ്. ഇങ്ങനെ നേരത്തെ തന്നെ എ സി ഓൺ ചെയ്ത് വീട്ടിലെത്തി കഴിയുമ്പോൾ തന്നെ റൂമൊക്കെ നല്ല കൂളായിട്ട് കിടക്കുന്നുണ്ടാവും. നമ്മൾ വന്ന് കുറച്ചു നേരം കൂടെ ചൂടത്ത് ഇരുന്നിട്ട് എ സി ഓൺ ആക്കി കൂളാകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വന്ന് കയറുന്നത് തന്നെ കൂളിംഗിലേക്കായിരിക്കും. ഇതിൽ നമുക്ക് 1 ടാപ്പ് സർവീസ് കിട്ടും. മിറായ് ആപ്പിലൂടെ തന്നെ 1 ടാപ്പ് സർവീസ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിക്വസ്റ്റ് ചെയ്യാം. കസ്റ്റമർ കെയർ നമ്പർ ഒന്നും തപ്പി കിടക്കേണ്ട കാര്യമില്ല. ആപ്പിലൂടെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് സർവീസ് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഇൻഡോർ യൂണിറ്റിൽ വരുന്ന ക്രിസ്റ്റൽ ക്ലിയർ ടെക്നോളജി എന്താണെന്ന് കൂടെ പറയാം. ടെമ്പറേച്ചർ കൺട്രോൾ ആവുന്നതിനോടൊപ്പം തന്നെ എയർ ക്വാളിറ്റിയും അതുപോലെ തന്നെ കിട്ടണം. ഈ ഒരു എ സി ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രയോജനം കൂടെ നമുക്ക് ലഭിക്കും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡോർ കോയിലിൽ തണുപ്പ് കാരണം മഞ്ഞ് പോലെ രൂപപ്പെട്ട് വരും. ഇതിനെ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കോയിലിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള പൊടിയും അഴുക്കും ഒക്കെ കഴുകി വൃത്തിയാക്കും. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. മാത്രമല്ല ഇതിൽ PM 0.1 ഫിൽറ്റർ ആണ് വരുന്നത്. ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിളും അലർജൻസും ഒക്കെ തന്നെ എ സി വളരെ ഈസി ആയിട്ട് തന്നെ ട്രാപ്പ് ചെയ്യും. ഇതിലൂടെ സ്മാർട്ട് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കൂളിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുക. ഫൈനലി ഡ്യൂറബിലിറ്റി. ഇതിൽ ഷീൽഡ് ബ്ലൂ പ്ലസ് കോട്ടിംഗ് ഉള്ളത് കൊണ്ട് വർഷങ്ങളോളം മഴയത്തും വെയിലത്തും ഒരു കേടും കൂടാതെ ഇത് സർവൈവ് ചെയ്യും. 10 വർഷത്തെ കംപ്രസർ വാറന്റിയോടൊപ്പം 5 വർഷത്തെ PCB വാറന്റിയും ഇതിന് ലഭിക്കുന്നുണ്ട്. അപ്പൊ കൂളിംഗ് മാത്രം തരുന്ന എ സിയുടെ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ ഒരു എ സി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തിങ്ക് ചെയ്യാനും എയർ പ്യൂരിഫൈ ചെയ്യാനും സെൽഫ് ക്ലീൻ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന എ സി തന്നെ വാങ്ങണം. അതിന് പാനാസോണിക്കിന്റെ NU സീരീസ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പം ഇന്ത്യക്ക ക്യാപ്റ്റൻ കൂൾ നിങ്ങളുടെ വീട്ടിലും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒപ്പം നിങ്ങൾക്ക് ഈ ഒരു എ സിയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഫീച്ചർ ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലരും ഈ ഒരു സമയത്ത് എ സി എടുക്കാനായിട്ട് പല വീഡിയോകൾ
കാണുന്നുണ്ടാകാം, പലരോട് അന്വേഷിക്കുന്നുണ്ടാകാം. അപ്പം ഈ ഒരു സജഷൻ അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ നിർത്തിയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.